അഭിനയവും ബിസിനസ്സുമെല്ലാമായി തിരക്കുകളിലാണ് നയൻതാര. ഇതിനിടെ രണ്ടു മക്കളുടെ കാര്യങ്ങളും നോക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം ശ്രദ്ധ കൊടുക്കുന്ന നയൻതാരയ്ക്ക് ഇതിന് സാധിക്കുന്നത് നിരവധി സ്റ്റാഫുകൾ ഉള്ളതുകൊണ്ടാണ്. മക്കളെ നോക്കാൻ ആയമാരുണ്ട്, വീട്ടുജോലിക്കാർ, കരിയറിലെ തിരക്കുകൾ മാനേജ് ചെയ്യാനുള്ള ടീം, ബോഡി ഗാർഡുകൾ തുടങ്ങി നയൻതാരയ്ക്ക് എന്തിനും ഏതിനും സ്റ്റാഫുകളുണ്ട്. നയൻതാരയുടെ ബോഡി ഗാർഡുകൾക്ക് നൽകുന്ന ശമ്പളത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. 1 കോടിക്കും 2 കോടിക്കും ഇടയിലാണ് താരത്തിന്റെ ബോഡി ഗാർഡുകൾക്ക് നൽകുന്നതെന്നാണ് റിപ്പോർട്ട്. ഒരു സിനിമയ്ക്ക് 5 കോടിയിലേറെ പ്രതിഫലം വാങ്ങുന്ന നയൻതാരയെ സംബന്ധിച്ച് സ്റ്റാഫുകളുടെ ശമ്പളം ഒരു ചെറിയ കാര്യമാണ്. അതേസമയം ബോഡി ഗാർഡുകളുടെ ചെലവ് നയൻതാരയാണോ സിനിമകളുടെ പ്രൊഡ്യൂസർമാരാണോ വഹിക്കുന്നതെന്ന് വ്യക്തമല്ല. താരങ്ങളുടെ ബോഡി ഗാർഡുകളുടെ ചെലവ് വഹിക്കേണ്ടി വരുന്നതിനെതിരെ തമിഴ് നിർമ്മാതാക്കളുടെ സംഘടന നേരത്തെ പ്രതികരിച്ചിരുന്നു. നയൻതാരയുടെ മക്കളെ നോക്കുന്ന ആയമാരുടെ സെറ്റിലെ താമസ ചെലവുൾപ്പെടെ നിർമ്മാതാക്കൾ വഹിക്കേണ്ട സാഹചര്യമാണെന്ന് നേരത്തെ ആരോപണം വന്നിരുന്നു. അതേസമയം സ്റ്റാഫുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകുകയാണ് നയൻതാര. കഴിഞ്ഞ പിറന്നാളിന് നയൻതാര തന്റെ സ്റ്റാഫുകൾക്ക് യാത്രയ്ക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് നൽകിയിരുന്നു. നയൻതാര ജോലിക്കാരോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ഒരിക്കൽ ഭർതൃമാതാവ് മീനാകുമാരി സംസാരിച്ചിരുന്നു. വീട്ടിൽ ജോലിക്ക് 8 പേരുണ്ട്. അവരിൽ ഒരാളായ ഒരു സ്ത്രീ വളരെ വിഷമത്തോടെ ഇരുന്നപ്പോൾ എന്തു പറ്റിയെന്ന് നയൻതാര ചോദിച്ചു. 4 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നയൻതാര ഉടനെ 4 ലക്ഷം രൂപ എടുത്തു കൊടുത്തു. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നടിയായതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാനായത്. പക്ഷെ 4 ലക്ഷം രൂപ കൊടുക്കാനും ഒരു മനസ്സ് വേണം. നയൻതാരയുടെ അമ്മ ആ സ്ത്രീക്ക് 2 സ്വർണ്ണ വളകൾ ഊരി നൽകി. കാരണം ഒരു കോഫി പോലും നയൻതാരയോട് ചോദിക്കാതെ അവർ കുടിക്കില്ല. അപ്പാർട്ട്മെന്റിൽ ക്യാമറയുണ്ട്. അനുവാദം കൊടുത്താലേ ഭക്ഷണം എടുത്തു കഴിക്കൂ. ഇഷ്ടം പോലെ അവർക്ക് കൊടുക്കും. വിശ്വാസ്യതയോടെ ജോലി ചെയ്താൽ ഗുണമുണ്ടെന്ന് മീനാകുമാരി അന്ന് പറഞ്ഞു. തമിഴകത്ത് താരമായതു മുതൽ ആഡംബര ജീവിതമാണ് നയൻതാര നയിക്കുന്നത്. ചെന്നൈയിലും ഹൈദരാബാദിലും വലിയ ബംഗ്ലാവുകളുണ്ട്. റൌഡി പിക്ചേഴ്സ് എന്ന പ്രൊഡക്ഷൻ ഹൌസ്, 1ലേറെ ബിസിനസ് സംരംഭങ്ങൾ എന്നിവ നയൻതാരയ്ക്കുണ്ട്. നിരവധി സിനിമകളും നടി ഇന്ന് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഡിയർ സ്റ്റുഡൻസ്, പാട്രിയോട്ട് എന്നിവയാണ് റിലീസ് ചെയ്യാനുള്ള സിനിമകൾ. തമിഴിൽ മുക്കുത്തി അമ്മൻ 2, കന്നഡയിൽ ടോക്സിക് തുടങ്ങിയ പ്രൊജക്ടുകളും വരാനുണ്ട്. കരിയറിൽ ഒരു ഹിറ്റ് സിനിമ നയൻതാരയ്ക്ക് ഇന്ന് അനിവാര്യമാണ്. ജവാൻ ഒഴിച്ച് നടിക്ക് അടുത്ത കാലത്തൊന്നും വലിയ ഹിറ്റുകളില്ല. ജവാനിൽ നടിയുടെ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യവും ഇല്ലായിരുന്നു. ടെസ്റ്റാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ സിനിമ പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.